കർക്കിടക മാസം ഇടവക്കൂറുകാരായ കാർത്തിക മുക്കാല്, രോഹിണി, മകേരം ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണവും ദോഷവും എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. ഇവരുടെ 2-ാം ഭാവത്തിലാണ് ഗുരു അഥവാ വ്യാഴം നിൽക്കുന്നത്. 3-ൽ ബുധനും രവിയും ആണ്. 4-ൽ കുജൻ ആണ്. കുജൻ അതായത് ചൊവ്വ ഈ മാസം ജൂലൈ മാസം 28-ാം തീയതി 5-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. 11-ാം ഭാവത്തിലാണ് ശനിയുള്ളത്. 10-ൽ രാഹുവും 4-ൽ കേതുവും ആണ് ഉള്ളത്. രവിയും ഗുരുവും ശുക്രനും മന്ദനും രാഹുവും ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ കുജനും ബുധനും കേതുവും അശുഭ സ്ഥാനത്താണ് നിൽക്കുന്നത്. രവി ഈ നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളാണ് ഉണ്ടാക്കി തരുന്നത്. ഇവർക്ക് രോഗശാന്തി, ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ സ്നേഹം ലഭിക്കുന്ന അവസരമാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. അധികാരം പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് അധികാരം പ്രയോഗിക്കുവാനുള്ള കെൽപ്പ് ഉണ്ടാവുന്നതാണ്. അഭിമാനം നേടിയെടുക്കുവാൻ കഴിയും. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. പൂർത്തീകരിക്കപ്പെടാതെ പോയ ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പൂർത്തീകരിക്കുന്നതിന് കഴിയുന്നതാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും കഴിയുന്നതാണ്. ഇടവക്കൂറുകാർക്ക് രവി 3-ലേക്ക് മാറുന്നത് വളരെ അധികം ഗുണം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാക്കിത്തരുന്നത്. ശുക്രൻ 1-ാം ഭാവത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്ക് മാറുന്നതും ഇവർക്ക് ഗുണകരമാണ്. 1-ാം ഭാവവും 2-ാം ഭാവവും പൊതുവെ നല്ല സ്ഥാനങ്ങളാണ് ശുക്രന്. ധനലാഭവും സ്ത്രീ സുഖവും വസ്ത്രലാഭവും ജനങ്ങളിൽ നിന്നുള്ള ബഹുമാനവും ലഭിക്കുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബാംഗങ്ങളുമായി സന്തോഷത്തിൽ പോകുവാനുള്ള അവസരവും സംസാരം കൊണ്ടുള്ള നേട്ടവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആഭരണങ്ങളും മറ്റും വാങ്ങുവാനോ ഏതെങ്കിലും വഴിക്ക് ഇവർക്ക് കിട്ടുവാനോ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2.5 വർഷമായി ശനി ഇവർക്ക് ദോഷസ്ഥാനത്ത് ആയിരുന്നു. എന്നാൽ ശനി 11-ാം സ്ഥാനത്ത് എത്തുമ്പോൾ 11-ാം ഭാവത്തിൽ എത്തുമ്പോൾ ഇവർക്ക് നല്ല ഫലങ്ങളാണ് ഉണ്ടാക്കി തരുന്നത്. തൊഴിൽ ലാഭം, തൊഴിലിലുള്ള ഉയർച്ച, രോഗശമനം, അധികാരപ്രാപ്തി, ധനലാഭം, ഭാര്യാപുത്രാദി സുഖം, ബഹുമാനം, അവിചാരിതമായി പണം ലഭിക്കൽ എന്നിവ ഈ അവസരത്തിൽ ഉണ്ടാവുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തു മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ അംഗീകാരവും കുടുംബത്തിൽ അംഗീകാരവും ലഭിക്കുന്ന സന്ദർഭമാണ്. ശനി ഇപ്പോൾ സുഖസ്ഥാനത്ത് ആയത് മാത്രമല്ല ശനിയുടെ ദൃഷ്ടിയും കൂടി ഉള്ളതുകൊണ്ട് ഇവർക്ക് വളരെ അധികം ഗുണം ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ നക്ഷത്രക്കാർക്ക് രാഹു ഇപ്പോൾ നല്ല സ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വിദേശ യാത്രയ്ക്ക് സാധ്യത ഉണ്ടാവുന്നതും വിദേശ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ടാവുന്നതാണ്. അറിവും സൗഭാഗ്യവും സുഖവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതുതായി ജോലി നേടുവാനും ഉള്ള ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാനും കർമ്മ പുരോഗതി ഉണ്ടാകുവാനും ഒക്കെ ഈ അവസരത്തിൽ സാധിക്കുന്നതാണ്. എന്നാൽ ബുധൻ 3-ാം ഭാവത്തിലായതുകൊണ്ട് വിദ്യയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബന്ധുക്കൾ തമ്മിലുള്ള വഴക്കും പൊതുവെ ഒരു സമാധാനക്കുറവും വന്നു ചേരുന്നതാണ്. ഒന്നിനും ഒരു സ്ഥിരതയില്ലെന്ന ഒരു തോന്നൽ ഇവരിൽ ഈ സന്ദർഭത്തിൽ ഉണ്ടാവുന്നതാണ്. വ്യാപാര നഷ്ടവും പ്രയത്നം കൊണ്ട് ഫലമില്ലാതാവുകയും സഹോദരന്മാർ തമ്മിലുള്ള പിണക്കവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ 3-ാം ഭാവത്തിൽ രവി ഉള്ളതുകൊണ്ട് ബുധൻ്റെ ഈ ദോഷങ്ങളെല്ലാം കുറഞ്ഞു കിട്ടുവാൻ സാധ്യതയുണ്ട്. കുജനും നല്ല ഭാവത്തിലല്ല നിൽക്കുന്നത്. ഇതുവരെ ഇവരുടെ 4-ാം ഭാവത്തിലായിരുന്ന കുജൻ 5-ാം ഭാവത്തിലേക്കാണ്. കർക്കിടക മാസം 12-ാം തീയതിയുള്ള കുജൻ്റെ മാറ്റം പൊതുവെ ഇവർക്ക് ഗുണം ചെയ്യുന്നതല്ല. കുജൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നതും 5-ാം ഭാവത്തിൽ നിൽക്കുന്നതും പൊതുവെ നല്ലതല്ല. കുജൻ 5-ാം ഭാവത്തിലെത്തുമ്പോൾ പണത്തിനുള്ള ഞെരുക്കമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചില അസുഖങ്ങളൊക്കെ വന്നുപെട്ടേക്കാം. ശത്രുക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും ഉടലെടുക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സന്താനങ്ങൾക്ക് ചില ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുവാനും ഈ കുജൻ്റെ മാറ്റം കൊണ്ട് സാധ്യത കൂടുതലാണ്. ചീത്ത ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാനും
വഴിതെറ്റിപ്പോകുവാനും ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ആഗ്രഹിച്ച രീതിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. ബുദ്ധിക്ഷയം ഉണ്ടാകുവാനും പ്രശസ്തി നഷ്ടപ്പെട്ടു പോകുവാനും തൊഴിൽ മാറ്റമുണ്ടാകുവാനും ഒക്കെ കുജൻ്റെ ഈ മാറ്റം വഴി സാധ്യതയുണ്ട്. അതേപോലെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വത്തുക്കൾ ഏതെങ്കിലും തർക്കങ്ങൾ ഉടലെടുക്കുവാനും ഉള്ള തർക്കങ്ങൾ പ്രതികൂലമായി മാറുവാനും ഒക്കെ സാധ്യത കാണുന്ന ഒരു അവസരമാണ് ഈ കർക്കിടക മാസം. 4-ാം ഭാവത്തിലുള്ള കേതുവും ഇവർക്ക് അനുകൂലമല്ല. ശത്രുത കൂടുവാനും ബന്ധുക്കൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുവാനും മനോദുഃഖം ഉണ്ടാക്കുവാനും ഒക്കെ ഇത് കാരണമായേക്കാം. പൊതുവെ പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക്, അതായത് കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ 2 പാദം ഈ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിട്ടാണ് കാണുന്നത്. ദോഷപരിഹാരത്തിനായി ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീകൃഷ്ണ ഭജനം നടത്തുക, ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുക, സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക, ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവയൊക്കെ ചെയ്യുകയും ഗണപതി ഹോമം നടത്തുകയും വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ അകന്നു പോകുന്നതും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതും ആണ്.